ഇന്നിപ്പോൾ ഈ മുണ്ടക്കയിൽ നിന്ന് കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ ഈ രാത്രി ഉള്ളത് അല്ലേ? മാധു, ആളുകളെ എത്തിക്കുമ്പോഴും ഇപ്പോൾ നമ്മളോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ വരുന്നവർ അവരുടെ ഉറ്റവരെ മിസ്സിംഗ് ആണ് എന്ന് പറയുന്നു. ആ പ്രതികരണം തന്നെയാണ് ഈ വരുന്നവരൊക്കെ നടത്തുന്നത്. പലരെയും കാണാനില്ല, മണ്ണിനടിയിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള പ്രതികരണങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് സഹായം അഭ്യർത്ഥിച്ച അവിടെ പല സ്ഥലത്തും അഭയം തേടിയ ആളുകളെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു തെരച്ചിൽ രാത്രി നടക്കുമോ എന്നറിയില്ല. അതൊരു പക്ഷേ നാളെ നടക്കാം സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ സൈന്യം രാത്രിയും അത്തരത്തിലുള്ള തെരച്ചിൽ നടത്തുമോ എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും രാത്രിയും രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഏത് തരത്തിലായിരിക്കും, ഈ ആളുകളെ എത്തിച്ചതിന് ശേഷം മറ്റു രീതിയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് സൈന്യവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും വലിയ ഒരു ദുരന്തം, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ്. ഓരോ മിനിറ്റിലും നമ്മൾ അതിൻ്റെ വ്യാപ്തി കൂടി വരുന്നത് അറിയുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൊതുവെ വയനാട്ടിലുള്ള എല്ലാ പുഴകളും ഒഴുകുന്നത് കിഴക്കോട്ടാണ്, കബനിയായി, പിന്നീട് കാവേരി, ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകുന്നത്. പക്ഷേ ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത്, മേപ്പാടിയിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഈ ഭാഗത്ത് ഈ പുഴയാണ്, ഈ ചുളുക്ക പുഴയായി എല്ലാ നീർച്ചാലുകളും ചേർന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ചാലിയാറിലേക്ക് ഒഴുകുന്നത്. ആ വഴിയിലാണ്, ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴിയാണ് ഈ ആളുകൾ ഒലിച്ചു പോയത്. അതാണ് ഈ മൃതദേഹങ്ങൾ പോത്തുകല്ലിൽ നിന്ന് കണ്ടെടുക്കുന്നത്. കാരണം അത് ഒരുപാട് ദൂരെയാണ്. നമ്മൾ ഈ മാപ്പിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണ് ഈ പോത്തുകല്ല് എന്ന് പറയുന്നത്. അവിടം വരെ ആളുകൾ ഒലിച്ച് എത്തി എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ശക്തമായ ഒഴുക്കാണ് ഉണ്ടായത്, എത്രയും ശക്തമായാണ് ഈ ഉരുൾ പൊട്ടി വന്നത് എന്നത് നമുക്ക് മനസ്സിലാകും. മാധു പറഞ്ഞതുപോലെ ആ സ്കൂൾ ബിൽഡിങ്ങിൽ, രണ്ടാമത്തെ പൊട്ടലിൽ ഈ മരങ്ങളും കല്ലുകളും ഒക്കെ ആ സ്കൂൾ ബിൽഡിങ്ങിൽ ഇടിച്ച് നിന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ പാലത്തിന് ഇപ്പുറത്തുള്ള റോഡും ചൂരൽമല എന്ന ചെറിയ ടൗണും ഒക്കെ തുടച്ചു നീക്കപ്പെടുമായിരുന്നു. അത്രയും ഭീകരമായ രീതിയിലാണ് ഈ പാറക്കല്ലുകളും മരങ്ങളുമൊക്കെ ഒലിച്ച് ഒഴുകി വന്നത്. മാധു.